ബയോ ഇൻഫോർമാറ്റിക്സ്. ഇപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബയോളജി പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡാറ്റ അനാലിസിസ്. ഇപ്പോൾ ഇവിടെ ബയോളജിയും കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ അനാലിസിസ് മൊത്തം കോമ്പിനേഷനെയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് DNA, RNA, പ്രോട്ടീൻ, ജീനോം ഇതുപോലെയുള്ള സീക്വൻസിൻ്റെ ലാർജ് ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സഹായിക്കും. അതുമാത്രമല്ല ഇത് ഡിജിറ്റൽ ബയോളജി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1970s പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ടൈമിലാണ്. ഈ ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് യൂസ് ചെയ്തത് പൗളിൻ ഹോഗ്വെഗ് ആണ്. മാർഗ്രറ്റ് ഡേഹോഫ് ഈസ് നോൺ ആസ് മദർ ആൻഡ് ഫാദർ ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഈ ഒരു മാർഗ്രറ്റ് ഡേഹോഫിനെയാണ് ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ മദറും ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ സ്കോപ്പ് നോക്കാം. നമുക്ക് ജീനോംസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതായത് ജീനോമിക്സ്, പ്രോട്ടീൻസിൻ്റെ പഠനത്തിന് ദാറ്റ് ഈസ് പ്രോട്ടിയോമിക്സ്, അതുപോലെ തന്നെ ഫാർമക്കോ ജീനോമിക്സ് അതായത് നമുക്ക് സ്റ്റഡി ഓഫ് ജീൻസ് ഇൻ ഡ്രഗ് റെസ്പോൺസ്, പിന്നെ സിസ്റ്റംസ് ബയോളജി, മെഡിക്കൽ റിസർച്ച്, ഡ്രഗ് ഡിസൈനിങ്, ഇതിനൊക്കെയാണ് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെയാണ് ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഫാർമക്കോ ജീനോമിക്സ്, സിസ്റ്റം ബയോളജി, മെഡിക്കൽ റിസർച്ച്, അതുപോലെ തന്നെ ഡ്രഗ് ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ. അതിൻ്റെ ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ജീനോം അനാലിസിസ്, ഡ്രഗ് ഡിസൈൻ, DNA സീക്വൻസ് ചെയ്യാൻ, ഡിസീസ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ, എവല്യൂഷണറി സ്റ്റഡീസും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എന്താണ് ഡാറ്റാബേസ് നോക്കാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഫോർ സ്റ്റോറിങ്, മെയിൻറ്റെയിനിങ് ആൻഡ് അനലൈസിങ് ബയോളജിക്കൽ ഡാറ്റ. ബയോളജിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യാനും അത് പിന്നീട് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ എബൌട്ട് DNA, RNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസ്. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസിൽ DNAയും RNAയും അതുപോലെ തന്നെ പ്രോട്ടീൻ സീക്വൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാകും. വെരി യൂസ്ഫുൾ ഫോർ റിസർച്ച് ആൻഡ് സയൻറ്റിഫിക് അനാലിസിസ്. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡാറ്റാബേസ് ഉണ്ട്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മുടെ DNA, RNAനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് EMBL, DDBJ, ജീൻ ബാങ്ക്. ഇതൊക്കെ ഡാറ്റാബേസസ് ആണ്. ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് EMBL, DDBJ, ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സീക്വൻസുകളെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സിസ്പ്രോട്ട് ആൻഡ് PIR. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ് സിസ്പ്രോട്ട്, PIR. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. കാരണം എക്സാമ്പിൾ എന്നിട്ട് അത് എന്തെന്നാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസിന് എക്സാമ്പിൾ ഏതാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ഏതാണ്, അങ്ങനെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് നോക്കാം. EMBL, യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി, അതാണ് ഫുൾ ഫോം. സോ ഇതാണ് മെയിൻ ജീനോം ഡാറ്റാബേസ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ മെയിൻ ജീനോം ഡാറ്റാബേസ് ആണ് EMBL, യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് EBI ആണ്, ദാറ്റ് ഈസ് യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇപ്പോൾ EMBL മെയിൻറ്റെയിൻ ചെയ്യുന്നത് EBI ആണ്, യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി DDBJ നോക്കാം. DDBJയുടെ ഫുൾ ഫോം ആണ് DNA ഡാറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ. ഇത് ജപ്പാനിലുള്ള ഒരു ജീനോം ഡാറ്റാബേസ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് NIG ആണ്, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ EMBL മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരുന്നു? EBI ആയിരുന്നു. DDBJ മെയിൻറ്റെയിൻ ചെയ്യുന്നത് NIG ആണ്, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ്. ഓൺലി ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ഇൻ ഏഷ്യ. ഓക്കെ, അപ്പോൾ ഈ ഏഷ്യയിലുള്ള ഒരേ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ആണ് ഈ പറയുന്ന DNA ഡാറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇതിനടുത്ത് ജീൻ ബാങ്ക് എന്ന് പറയുന്നത് USA ആണ്. അപ്പോൾ നോക്കിക്കേ, EMBL എന്ന് പറയുമ്പോൾ യൂറോപ്പിൻ്റെ ആണ്, DDBJ എന്ന് പറയുമ്പോൾ ജപ്പാൻ്റെ ആണ്, ജീൻ ബാങ്ക് എന്ന് പറയുന്നത് USA ആണ്. ലാർജസ്റ്റ് DNA സീക്വൻസ് ഡാറ്റാബേസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിലുള്ള ഏറ്റവും ലാർജസ്റ്റ് DNA സീക്വൻസ് ഡാറ്റാബേസ് ആണ് ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് NCBI ആണ്, ദാറ്റ് ഈസ് നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ. ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ. അപ്പോൾ നോക്കി, EMBL മെയിൻറ്റെയിൻ ചെയ്യുന്നത് EBI ആണ്, DDBJ മെയിൻറ്റെയിൻ ചെയ്യുന്നത് NIG ആണ്, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ്. ജീൻ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് NCBI
ആണ്. ഇനി അടുത്തതാണ് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്. പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് സിസ്പ്രോട്ടും അതുപോലെ തന്നെ PIR. അപ്പോൾ സിസ്പ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ക്വാളിറ്റി മാനുവലി ക്യൂറേറ്റഡ് പ്രോട്ടീൻ ഡാറ്റാബേസ്. ഇതൊരു പ്രോട്ടീൻ ഡാറ്റാബേസ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് EBIയും അതുപോലെ തന്നെ SIBയും കൂടി ചേർന്നിട്ടാണ്. SIB എന്ന് പറഞ്ഞാൽ സിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ സിസ്പ്രോട്ട്, അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, സിസ്സാണ്. സിസ്സും EBIയും കൂടി ചേർന്നിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി PIR എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ഇൻഫോർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് ഓർഗാനിസം. പല ഓർഗാനിസത്തിൽ നിന്നുള്ള പ്രോട്ടീൻ ഇൻഫോർമേഷൻ അടങ്ങുന്നതാണ് പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സ്, PIR എന്ന് പറഞ്ഞാൽ. ഇത് ഡെവലപ്പ് ചെയ്തത് NBRF ആണ്, ദാറ്റ് ഈസ് നാഷണൽ ബയോമെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ USA. ഓക്കെ, അപ്പോൾ NBRF ആണ് ഈ പറയുന്ന ഇത് PIR ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സിസ്പ്രോട്ട് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് EBIയും SIBയും കൂടി ചേർന്നിട്ടാണ്. PIR എന്ന് പറയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് NBRF, ദാറ്റ് ഈസ് നാഷണൽ ബയോമെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ USA. ഓക്കെ, അപ്പോൾ ഈ ഒരു ദീസ് ഡാറ്റാബേസ് ഗീവ് ഒതന്റിക് ഇൻഫോർമേഷൻ ഓൺ ജീനോം, പ്രോട്ടീൻ ആൻഡ് സീക്വൻസിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റാബേസ് നമുക്ക് ജീനോമിനെ കുറിച്ചും പ്രോട്ടീനെ കുറിച്ചും സീക്വൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫോർമേഷൻസ് തരും. ഇത് നമുക്ക് റിസർച്ചേഴ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ആണ് ഈ പറയുന്ന ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡാറ്റാബേസ് സെർച്ച് എൻജിൻസ് നോക്കാം. വാട്ട് ആർ ഡാറ്റാബേസ് സെർച്ച് എൻജിൻസ്? ടൂൾസ് യൂസ്ഡ് ടു സെർച്ച് ഫോർ റിക്വയർഡ് ബയോളജിക്കൽ ഇൻഫോർമേഷൻ ഇൻ ഡാറ്റാബേസസ്. അപ്പോൾ ഈ ബയോളജിക്കൽ ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാറ്റാബേസ് സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. ഹെൽപ്പ് ടു സെർച്ച്, അതായത് നമുക്കിപ്പോൾ ഒരു DNA, RNA, പ്രോട്ടീൻ സീക്വൻസ് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് സെർച്ച് എൻജിൻസ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫൈൻഡിങ് സിമിലാരിറ്റി, ജീൻ ഫംഗ്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഇപ്പം നമുക്ക് സപ്പോസ് ഏതെങ്കിലും ഒരു DNA സീക്വൻസ് ഇതിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ അത് സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഡാറ്റാബേസ് സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, ജീൻ ഫംഗ്ഷൻസ് അറിയാനും അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് മേജർ സെർച്ച് എൻജിൻസ് നോക്കാം. ഫസ്റ്റ് എൻട്രീസ് എന്ന് പറയുന്നത് NCBIയുടെയാണ്, അതായത് ഡെവലപ്ഡ് ബൈ NCBI, നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ. അവർ ഡെവലപ്പ് ചെയ്തതാണ് എൻട്രീസ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ. ഇന്റഗ്രേറ്റ് മെനി ഡാറ്റാബേസസ്. അപ്പോൾ ഇതിൽ കുറേ ഡാറ്റാബേസസ് അടങ്ങിയിട്ടുണ്ട്. ജീൻ ബാങ്ക്, EMBL, DDBJ, PIR, സിസ്പ്രോട്ട്, ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഹെൽപ്പ് ടു സെർച്ച് ന്യൂക്ലിയോടൈഡ് ആൻഡ് പ്രോട്ടീൻ ഇൻഫോർമേഷൻ. അപ്പോൾ സിസ്പ്രോട്ട് ഉള്ളത് കൊണ്ട്, സിസ്പ്രോട്ടും PIR ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രോട്ടീൻ ഇൻഫോർമേഷൻസും കിട്ടും. അതുപോലെ തന്നെ EMBLും DDBJ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ന്യൂക്ലിയോടൈഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും സെർച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു സെർച്ച് എഞ്ചിൻ ആണ് SRS, അതായത് സീക്വൻസ് റിട്രീവൽ സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തത് EBI ആണ്, ദാറ്റ് ഈസ് യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ SRS എന്ന് പറയുന്നത് സീക്വൻസ് റിട്രീവൽ സിസ്റ്റം, അതൊരു സെർച്ച് എഞ്ചിൻ ആണ്. കണക്ട് ഡാറ്റ ഫ്രം മെനി യൂറോപ്യൻ ഡാറ്റാബേസസ്. പല യൂറോപ്യൻ ഡാറ്റാബേസസ് എന്നുള്ള ഡാറ്റകൾ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് സീക്വൻസ് റിട്രീവൽ സിസ്റ്റം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സെർച്ചിങ് മെറ്റാബോളിക് പാത്വേ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ, 3D പ്രോട്ടീൻ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു പ്രോട്ടീൻ്റെ 3D സ്ട്രക്ചർ അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ കുറിച്ച്, ഏതെങ്കിലും മെറ്റാബോളിക് പാത്വേയെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്തത് സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് ടൂൾ. അതിൽ വരുന്നതാണ് പെയർ വൈസ് സീക്വൻസ് അലൈൻമെന്റ്, അതാണ് ബ്ലാസ്റ്റ്, അതായത് ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1990-ലാണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൂൾ. അതായത് നമുക്കിപ്പോൾ ഒരു 2 DNA സീക്വൻസ്, 2 അല്ല വേണമെങ്കിൽ 2 കൂടുതൽ DNAകൾക്കിടയിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ പ്രോട്ടീൻ സീക്വൻസിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സീക്വൻസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് NCBI ആണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, പിന്നെ ഫാസ്റ്റ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സീക്വൻസ് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വേറൊരു ടൂളാണ് ഫാസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെയർ വൈസ് സീക്വൻസ് അലൈൻമെന്റിൽ വരുന്നതാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നുണ്ട് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ്. അപ്പോൾ പെയർ വൈസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് DNAക്കിടയിലോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഡാറ്റക്കിടയിലുള്ള സിമിലർ സീക്വൻസ് ഫൈൻഡ് ചെയ്യാൻ. ഇനി ഇതുപോലെ മൾട്ടിപ്പിൾ സീക്വൻസ് നോക്കാനായിട്ട് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റുകളുണ്ട്. അതായത് ക്ലസ്റ്റൽ W, ക്ലസ്റ്റൽ X, ഇതേ അലൈൻ മോർ ദാൻ 2 സീക്വൻസ് അറ്റ് എ ടൈമിൽ നമുക്ക് 3-ൽ കൂടുതൽ 2-ൽ കൂടുതൽ സീക്വൻസസിന് സിമിലാരിറ്റി കണ്ടെത്താനായിട്ട് നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ഉപയോഗിക്കാം. അതിലുള്ളതാണ് ക്ലസ്റ്റൽ W, അതുപോലെ തന്നെ ക്ലസ്റ്റൽ X എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രീസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് NCBI ആണ്. SRS എന്ന് പറയുമ്പോൾ EBIയുടെ ആണ്. ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അതൊരു സിമിലാരിറ്റി സെർച്ച് ടൂളാണ്. ക്ലസ്റ്റൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ്.
ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഫാസ്റ്റ നോക്കാം. ഫാസ്റ്റ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫാസ്റ്റ് ഓൾ എന്ന് പറയും. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ 1988 ബൈ WR പിയേഴ്സൺ ആൻഡ് DJ ലിപ്മാൻ. അപ്പോൾ WR പിയേഴ്സണും DJ ലിപ്മാനും ആണ് ഫാസ്റ്റ ഡെവലപ്പ് ചെയ്തത് എന്നാണ് 1988. വൺ ഓഫ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ടു ചെക്ക് സീക്വൻസ് സിമിലാരിറ്റി. അപ്പോൾ നമുക്ക് സീക്വൻസ് സിമിലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഫാസ്റ്റ എന്ന് പറയുന്നത്. അത് നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള സീക്വൻസ് അലൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. വൈഡ്ലി യൂസ്ഡ് ബിഫോർ, അതായത് ബ്ലാസ്റ്റിന് മുന്നേയൊക്കെ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ള ഫാസ്റ്റയാണ്. അതായത് ബ്ലാസ്റ്റിന് മുന്നേ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ഫാസ്റ്റയാണ്. അന്നേരം ബ്ലാസ്റ്റിന് മുന്നേ ഇതായിരുന്നു വൈഡ്ലി യൂസ്ഡ് ബിഫോർ ബ്ലാസ്റ്റ് ബിക്കം പോപ്പുലർ. ബ്ലാസ്റ്റ് പോപ്പുലർ ആവണിക്ക് മുന്നേ വൈഡ്ലി യൂസ് ചെയ്തിരുന്നത് ഫാസ്റ്റയാണ്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റിലുള്ള ക്ലസ്റ്റൽ എക്സും ക്ലസ്റ്റൽ ഡബ്ല്യൂയും നോക്കാം. ക്ലസ്റ്റൽ എക്സ് എന്ന് പറയുമ്പോൾ ഹാസ് എ ഗ്രാഫിക്കൽ ഇന്റർഫേസ്. അതായത് ഇത് ഈസിയാണ് ഉപയോഗിക്കാൻ. ഇതിനൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഉണ്ട്. റിസൾട്ട് ആർ ഷോൺ വിഷ്വലി ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്താണ്, അത് വിഷ്വലി കാണിച്ചു തരും. അലോ ഫ്ലെക്സിബിൾ യൂസർ കൺട്രോൾ ഡ്യൂറിങ് അലൈൻമെന്റ്. അപ്പോൾ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇനി ക്ലസ്റ്റൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മോർ ആക്യുറേറ്റ് അലൈൻമെന്റ് തരാനായിട്ടാണ് ക്ലസ്റ്റൽ ഡബ്ല്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലസ്റ്റൽ എക്സ് എന്ന് പറയുന്നത് അതൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ്. ക്ലസ്റ്റൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി മോർ ആക്യുറേറ്റ് അലൈൻമെന്റ് ആണ്. നമ്മൾ ജീനോമിക്സിലും ഫൈലോജെനറ്റിക്സിലും റിലേറ്റഡ് സ്റ്റഡീസിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സെർച്ച് എഞ്ചിൻ ഇൻ ബയോഇൻഫോർമാറ്റിക് മേക്ക് ഡാറ്റ അസസ് ഈസിയർ. സെർച്ച് എഞ്ചിൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഡാറ്റ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. ഹെൽപ്പ് റിസർച്ചേഴ്സ് ഇൻ ഡാറ്റ റിട്രീവൽ ആൻഡ് അനാലിസിസ്. ഒരു ഡാറ്റ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഓരോ സ്ട്രക്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാനും സിമിലാരിറ്റി മനസ്സിലാക്കാനും ഓരോ ജീനിൻ്റെ ഫങ്ഷനൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, ഇനി അടുത്തത് ഹോമോലോഗി മോഡലിംഗ് ഓഫ് പ്രോട്ടീൻ. അതാണ് PDB എന്ന് പറയുന്നത്. പ്രെഡിക്റ്റിംഗ് എ 3D സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ യൂസിങ് ദ സ്ട്രക്ചർ ഓഫ് എ സിമിലർ പ്രോട്ടീൻ ഫ്രം അനദർ ഓർഗാനിസം. അതായത് നമുക്കിപ്പോൾ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഒരു പ്രോട്ടീൻ കിട്ടി. ആ ഒരു ഓർഗാനിസത്തിന് പ്രോട്ടീൻ അവൈലബിൾ ആണ്. ഈ ഒരു പ്രോട്ടീൻ വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും വേറൊരു ഒരു സ്ട്രക്ചർ, ഈ ഇന്ന പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ 3D സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് ഹോമോലോഗി മോഡലിംഗ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്, PDB എന്ന് പറയുന്നത്. പ്രെഡിക്റ്റിംഗ് എ 3D structure of protein using the structure of a similar protein from another organism. പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് PDB എന്ന് പറയുന്നതാണ് പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക്, ഇന്റർനാഷണൽ ഡാറ്റാബേസ് ദാറ്റ് സ്റ്റോർ 3D പ്രോട്ടീൻ സ്ട്രക്ചർ ഇൻഫർമേഷൻ. അപ്പോൾ ഓരോ പ്രോട്ടീൻസിൻ്റെയും 3D ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഡാറ്റാബേസ് ആണ് പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ ഒരു ഡാറ്റാ ബാങ്ക് ആണ് ഈ PDB എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈക്രോ അറേ DNA ജീൻ എക്സ്പ്രഷൻ ടൂൾ ടു മെഷർ ജീൻ എക്സ്പ്രഷൻ ലെവൽ ഇൻ ലാർജ് നമ്പർ അറ്റ് സെയിം ടൈം. അറ്റ് എ ടൈമിൽ നമുക്ക് കുറേ ജീൻ എക്സ്പ്രഷൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എത്രത്തോളം അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന മൈക്രോ അറേ എന്ന് പറയുന്നത്. ടൂൾ ടു മെഷർ ജീൻ എക്സ്പ്രഷൻ ലെവൽ ഇൻ ലാർജ് നമ്പേഴ്സ് അറ്റ് സെയിം ടൈം. ഓക്കെ, ഹെൽപ്പ് ടു സ്റ്റഡി തൗസൻഡ്സ് ഓഫ് ജീൻ സൈമിൾട്ടേനിയസ്. അറ്റ് എ ടൈം തന്നെ ആയിരക്കണക്കിന് ജീനുകളെ കുറിച്ച് പഠിക്കാനായിട്ട് മൈക്രോ അറേ ഹെൽപ്പ് ചെയ്യും. ആൻഡ് യൂസസ് DNA പ്രോബ് ടു ഡിറ്റക്ട് ഹൈബ്രൈസ്ഡ് DNA. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഹൈബ്രൈസ്ഡ് DNA ഡിറ്റക്ട് ചെയ്യാനായിട്ട് DNA പ്രോബുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൈക്രോ അറേ എന്ന് പറയുന്നത് ജീൻ എക്സ്പ്രഷൻ ലെവൽ, ജീൻ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു ജീൻ എക്സ്പ്രഷൻ ലെവൽ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൈക്രോ അറേ എന്ന് പറയുന്നത്. ഇനി ജീനോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഒരു ഓർഗാനിസത്തിന്റെ എൻഡയർ ജീനോമിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് ജീനോമിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് എൻഡയർ ജീനോം ഓഫ് ആൻ ഓർഗാനിസം ഇൻക്ലൂഡ് വോൾ ജീനോം സീക്വൻസിങ് ആൻഡ് ജീൻ മാപ്പിംഗ്. അതായത് മൊത്തം ജീൻ സീക്വൻസിങ്ങും അതുപോലെ തന്നെ ഓരോ ജീനിന്റെ ലൊക്കേഷൻ, അതിന്റെ പൊസിഷൻ, അപ്പോൾ ജീൻ മാപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് യൂസ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ജെനറ്റിക് ബേസ് ഓഫ് ഡിസീസസ്. ഓരോ രോഗം എങ്ങനെയാണ് ജെനറ്റിക്കലി എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇനി പ്രോട്ടിയോമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ എൻഡയർ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിലെ മൊത്തം പ്രോട്ടീൻസിനെ കുറിച്ച് പഠിക്കാനാണ് പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ പ്രോട്ടീൻ സ്ട്രക്ചർ, ഫംഗ്ഷൻ, മോഡിഫിക്കേഷൻ, എക്സ്പ്രഷൻ അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻ. പ്രോട്ടീൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കൺസിഡർ ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ, അത് ജീനോമിക്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പ്രോട്ടിയോമിക്സിനെ. ഓക്കെ, ഇനി ഈ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ജീനോം
അനലൈസ് ചെയ്യുക, DNA സീക്വൻസ് ചെയ്യുക, ഡ്രഗ് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഡിസീസ് ഡയഗ്നോസിസ്, എവല്യൂഷണറി സ്റ്റഡി, അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും. ഇനി മെഡിക്കൽ സയൻസിലാണെങ്കിൽ നമുക്ക് ജനറ്റിക് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും, ക്യാൻസറിൻ്റെ റിസ്ക്, ഹാർട്ട് ഡിസീസ് ഉണ്ടാവുമോ, ഡയബറ്റീസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ അതായത് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ പേഷ്യൻസ് ജനറ്റിക് പ്രൊഫൈൽ, അതായത് ഓരോരുത്തരെയും ജനറ്റിക് ഇത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുള്ള മെഡിസിൻസ് കണ്ടെത്തുക, അതാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അപ്പോൾ ആ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സിലൂടെയാണ് പോസിബിൾ ആവുന്നത്. ഇനി കൃഷിയിലാണെങ്കിൽ ഇങ്ങനെയാണ് ഐഡന്റിഫൈ ഹൈൽഡ് ജീനുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ജീനോമിക്സും സീക്വൻസിങ്ങും ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് നമുക്ക് ജനറ്റിക് ക്രോപ്സുകൾ, അതായത് നല്ല രീതിയിലുള്ള ഇംപ്രൂവ് ക്രോപ്സുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഡാറ്റ യൂസ്ഡ് ഇൻ ജനറ്റിക് ബ്രീഡിംഗ് പ്രോഗ്രാംസുകളൊക്കെ അതിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ഈ ഒരു ബയോ ഇൻഫോർമാറ്റിക്സിനെ AI-യും മെഷീൻ ലേണിംഗ് ഒക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബയോളജിക്കൽ റിസർച്ചിൽ കുറച്ചും കൂടി അഡ്വാൻസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ബയോ ഇൻഫോർമാറ്റിക്സ് ബിക്കമിങ് എ ഗ്ലോബൽ സയന്റിഫിക് ഡിസിപ്ലിൻ, അങ്ങനെ ഈ ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് എന്നാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബയോ ഇൻഫോർമാറ്റിക്സിലുള്ളത്. താങ്ക് യു.